ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിയെ തേടിയുള്ള നമ്മുടെ ക്രിസ്തുമസ് യാത്രയുടെ 17ാം ദിനത്തിലേക്ക് നാം ഇതാ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ജ്ഞാനികളാണ്, ദ 3 കിങ്സ്, പൂജ രാജാക്കന്മാർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഹേരോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ്. ഇതു കേട്ട് ഹേരോദേസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹേരോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്കു കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഹേരോദോസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. വിശുദ്ധ ഗ്രന്ഥത്തിൽ പേര് വിവരിക്കപ്പെടുന്നില്ല എങ്കിലും ചരിത്രം പറയുക, ഈ മൂവരുടെയും പേര് മെൽക്കിയോർ, ഗാസ്പർ, ബാൽത്തസാർ എന്നായിരുന്നു അത്രേ. അവർ 3 സമ്മാനങ്ങൾ കൊണ്ടു: പൊന്ന്, മീറ, കുന്തിരിക്കം. ഈശോയുടെ ദിവ്യരക്ഷകന്റെ രാജത്വവും ദൈവത്വവും മനുഷ്യത്വവും സൂചിപ്പിക്കുന്നു. പൂജരാജാക്കന്മാരുടെ തിരുസ്വരൂപങ്ങൾക്കും പുൽക്കൂട്ടിൽ പ്രാധാന്യമുണ്ട്. ക്രിസ്തുമസ് മുതൽ പുൽക്കൂട്ടിലേക്ക് അവ അടുപ്പിച്ച് ചേർത്ത് വയ്ക്കുന്നു. ഒടുവിൽ ദനഹാ തിരുനാൾ ദിവസം അവരുടെ സ്വരൂപങ്ങൾ ചേർത്ത് വയ്ക്കുന്നു പുൽത്തൊട്ടിക്ക്. നമുക്ക് ഒരു കാര്യം ഇവിടെ ധ്യാന വിഷയമാക്കാം. നക്ഷത്രത്തെ നോക്കി ഉണ്ണിയെ തേടിയെത്തിയവർ ഹേരോദോസിന്റെ കൊട്ടാരത്തിലെത്തി. അവിടെ ആ വലിയ കൊട്ടാരം ഇവരുടെ നക്ഷത്രത്തിനുള്ള കാഴ്ച മറച്ചു. അവർ കൊട്ടാരത്തിൽ കയറി. എന്നാൽ സ്വാഭീഷ്ട ഭക്ഷണമോ പട്ടുമെത്തയോ കൊട്ടാരമോ അവരെ ആകർഷിച്ചില്ല. അവരവിടെ നിന്നുപോയില്ല, വീണ്ടും യാത്ര തുടർന്നു. പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് വീണ്ടും നക്ഷത്രം ദൃശ്യമായി. അതവരെ ഉണ്ണിയുടെ സമീപത്തെത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഉണ്ണിയിലേക്കുള്ള യാത്രയിൽ ഒന്നും നമ്മളെ തടയാതിരിക്കട്ടെ. അതാണ്, ഉണ്ണി മാത്രം മതി. ലക്ഷ്യം തെറ്റരുത്. ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ഉണ്ണിയിലേക്കുള്ള എൻ്റെ യാത്രയിൽ എന്നെ തടസ്സപ്പെടുത്തുന്നത് എന്തുമാകട്ടെ, സമ്പത്താകട്ടെ, വ്യക്തിബന്ധങ്ങളാകട്ടെ, എന്തുമാകട്ടെ, അത് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ പുൽക്കൂട്ടിൽ നമുക്ക് ഉണ്ണിയെ കണ്ടെത്താനാവും. യഥാർത്ഥത്തിൽ ഈ ജ്ഞാനികൾ യേശു കർത്താവാണെന്ന്, ദൈവമാണ്, ലോകരക്ഷകനാണെന്ന് ലോകത്തിൻ്റെ മുൻപിൽ കറകൂടാതെ പ്രഘോഷിക്കുകയായിരുന്നു. നമുക്കെല്ലാമുള്ള ഒരു മാതൃകയാണ് ഈ ജ്ഞാനികൾ. വചനം പറഞ്ഞു വയ്ക്കുന്നു, റോമാലേഖനം 10:9. ആകയാൽ യേശു ക്രിസ്തു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ലോകത്തിന് മുൻപിൽ കലർപ്പില്ലാതെ, വെള്ളം ചേർക്കാതെ ഈശോ ഏകരക്ഷകനാണെന്ന് ഏറ്റുപറയാൻ നീ തയ്യാറാണോ? എങ്കിൽ പുൽക്കൂട്ടിലേക്കുള്ള നിന്റെ യാത്ര കൃത്യമാണ്, നേർവഴിക്കാണ്. നമുക്ക് ആഗ്രഹിക്കാം ഈശോ ലോകരക്ഷകനാണെന്ന് ലോകത്തിൻ്റെ മുൻപിൽ ഏറ്റുപറയാം. നമ്മുടെ 10 സ്നേഹപ്രവൃത്തികളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1, 25 നോമ്പാചരണത്തിൻ്റെ പൂർത്തീകരണം. 2, ഒരു ജപമാല.
3 ഒരു കരുണക്കൊന്ത. 4 നാം ഇന്ന് പൂർത്തിയാക്കുന്ന നമ്മുടെ സുകൃതം. ഇന്നത്തെ നമ്മുടെ സുകൃതം ഇതാകട്ടെ: എൻ്റെ ഉണ്ണീശോയെ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന സുകൃതം 33 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. സുകൃത ജപമാണ്. എൻ്റെ ഉണ്ണീശോയെ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ 33 പ്രാവശ്യം. 5-ാമതായിട്ട് 1000 പ്രാവശ്യം ഈശോ നാമജപ സമർപ്പണം. 6 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ. 7 ഒരാശയടക്കം. മനഃപൂർവ്വം ഞാൻ ഇന്ന് ഒരു പാപത്തിലും വീണു പോകില്ല. ഇതൊരു ആശയടക്കമാകട്ടെ, ഒരു തീരുമാനമാകട്ടെ. 8 ഒരു വചനം പഠിക്കുന്നു. നാം ഇന്ന് പഠിക്കുന്ന വചനഭാഗം ലൂക്കാസ് സുവിശേഷം 1:46. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. 9 ഒരധ്യായം വചനം വായിക്കുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം വെളിപാട് പുസ്തകം 17-ാം അധ്യായം. 10 വചന ശ്രവണം. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.